എത്ര മധുരമാവൻ നാമമേനിക്കു പാർക്കാൻ. എത്ര മധുരമാവൻ നാമമേനിക്കു പാർക്കാൻ. ഓട്ടുവാഴും തോറും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 19-ാം സംഘത്തിനും 11-ാം വാക്യം. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. വചനം നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. നാം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ അത് നമ്മെ ആപൽക്കരമായ അനുഭവങ്ങളിലെത്തിക്കും. വചനമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നമുക്ക് എത്രയോ നന്മകൾ ലഭിക്കുന്നു. വചനം പ്രമാണിച്ചുകൊണ്ട് ആത്മാവിലും മനസ്സിലും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയും. വചനപ്രകാരമുള്ള ജീവിതം ആരോഗ്യവും മാനവുമാണ് നൽകുന്നത്. അത് സമാധാനവും സന്തോഷവും നൽകുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദൈവവചനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. പ്രാണനെ തണുപ്പിച്ച് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന നേരായ പാതകളിൽ മനുഷ്യജീവിതത്തെ നയിക്കുന്ന തേനിലും തേൻകട്ടയിലും മധുരതരമാക്കുന്ന വചനം മനുഷ്യജീവിതത്തിന്റെ അടിത്തറയാണ്. ഈ വചനമാകുന്ന അടിത്തറയിൽ നമ്മുടെ ജീവിതങ്ങളെ പണി ചെയ്യാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ.